നമസ്കാരം. ഓഫറുകളുടെ ആടി സെയിൽ സീസണാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. ഒടുക്കത്തെ ഓഫറാണ് മഹായുതി സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കളായ അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡെയ്ക്കും കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. മഹായുതിയിലെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൻ്റെയും NCP നേതാവ് അജിത് പവാർ വിഭാഗത്തിൻ്റെയും അതൃപ്തികൾ മുതലെടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഈ ഓഫർ മുന്നോട്ട് വെച്ചത്. സഖ്യം വിട്ട് പുറത്തു വന്നാൽ രണ്ടുപേർക്കും മാറി മാറി മുഖ്യമന്ത്രി കസേര നൽകാമെന്നാണ് വാഗ്ദാനം. മഹായുതിയിലിരുന്ന് മുഖ്യമന്ത്രി കസേര നേടാമെന്ന് ഇരുവരും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെ പറഞ്ഞു. മഹായുതിയിൽ അജിത് പവാറിൻ്റെയും ഏക്നാഥ് ഷിൻഡെയുടെയും അവസ്ഥ അത്ര സുഖകരമല്ല. അവർ കടുത്ത വീർപ്പുമുട്ടലാണ് അനുഭവിക്കുന്നത്. ഞങ്ങൾ അവർക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഒരുക്കമാണ്. ഇനി ഇരുവർക്കുമിടയിലെ മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ രണ്ടു കൂട്ടർക്കും മാറി മാറി മുഖ്യമന്ത്രി കസേര നൽകാനും ഞങ്ങൾ ഒരുക്കമാണ്. BJP ഒരിക്കലും ഇനി അവരെ മുഖ്യമന്ത്രിയാക്കില്ല എന്നും നാനാ പട്ടോലെ പറഞ്ഞു. പട്ടോലെയെ പിന്തുണച്ച് ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയിലെ മുതിർന്ന നേതാവായ സഞ്ജയ് റൌട്ടും കോൺഗ്രസ് നേതാവായ വിജയ് വട്ടേഡിവാറും രംഗത്തെത്തി. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കൾ ഇല്ലെന്നാണ് വട്ടേഡിവാർ പറഞ്ഞത്. ഷിൻഡെ വളരെയധികം കഴിവുള്ള നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിവസേനയെ പിളർത്താൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒതുക്കപ്പെട്ടത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പലതും സംഭവിക്കാം. ഒരാളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ അയാൾ എന്തു വേണമെങ്കിലും ചെയ്യാം എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്നായിരുന്നു റൌട്ടിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായത് മുതൽ ഏക്നാഥ് ഷിൻഡെ അസ്വസ്ഥനാണ്. ദേവേന്ദ്ര ഫഡ്നവിസിനോടും BJPയോടും അദ്ദേഹം തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനിടെ ഷിൻഡെ സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികളും നിർത്തലാക്കാനുള്ള ഫഡ്നാവിസിന്റെ നീക്കങ്ങൾ ഷിൻഡെയെയും അജിത് പവാറിനെയും ഒരുപോലെ ചൊടിപ്പിച്ചു. നാസിക്കിലെയും റായ്ഗഡിലെയും ചില മന്ത്രിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉയർന്നിരുന്നു. അതേസമയം നാനാ പട്ടോലെയുടെ വാഗ്ദാനത്തിന് മറുപടിയുമായി BJP നേതാവ് ചന്ദ്രശേഖർ ബവൻകുലെ രംഗത്തെത്തി. നല്ല ഓഫർ പട്ടോലയ്ക്ക് നൽകാമെന്നും കോൺഗ്രസ് വിട്ട് മഹായുതിയുടെ ഭാഗമാകൂവെന്നുമായിരുന്നു ബവൻകുലെ പറഞ്ഞത്. അങ്ങനെ തിരിച്ചും മറിച്ചും ഓഫറുകൾ വലിച്ചെറിഞ്ഞ് മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ മറ്റൊരു അട്ടിമറി ഉടനെ സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.